സൂംബ ഡാൻസ് എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിയത്? ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരുപാട് തരം കായിക വിനോദങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിദേശത്ത് നിന്ന് നമ്മൾ സ്വീകരിച്ച ഒന്നാണ് സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. DJ പാർട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടുത്താനാണ് കൂടുതലും സൂംബ ഡാൻസ് പ്രയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം കുറച്ചൊക്കെ എതിർപ്പുകൾ ഉണ്ടായത്. പക്ഷേ എതിർപ്പുകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മളൊരു ഇംഗ്ലീഷിലൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, ഹെൽത്ത് ഈസ് വെൽത്ത്, അതായത് ആരോഗ്യമാണ് ധനം എന്ന ഒരു ചൊല്ല്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള മനസ്സിൽ മാത്രമേ ബുദ്ധിയും ഉയർന്നു വരിക, വികസിച്ചു വരികയുള്ളൂ എന്നുമുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിൽ മുതലേ അതിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് കൊടുക്കുന്ന ഊന്നൽ തന്നെയാണ് ജനിച്ച ശേഷവും അതിൻ്റെ വളർച്ചയുടെ വിവിധ ദിശകളിലും വിവിധ വേളകളിലും അതിന് കൊടുക്കുന്ന ഊന്നൽ, അതായത് ആരോഗ്യത്തിന് കൊടുക്കുന്ന ഊന്നൽ തന്നെ ആ ആരോഗ്യത്തിൽ നിന്ന് ബുദ്ധിയുടെ വികസനത്തിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക് ഒക്കെ ഊന്നൽ പോവുക. അങ്ങനെ കൊടുക്കേണ്ട ഒരു കരുതൽ അതിപ്പോൾ ഇന്ത്യയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അമ്മമാരെ ജോലിക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കിട്ടേണ്ട ശ്രദ്ധ, അതായത് അമ്മ കൊടുക്കുന്ന അത്ര മുലപ്പാലും അമ്മയുടെ കെയറും അതിനനുസരിച്ച് വരില്ല വേറെ ആരൊക്കെ കുഞ്ഞിനെ പരിപാലിച്ചാലും. അപ്പം ആ പരിപാലനം പണ്ട് കേരളത്തിലും പൂർണ്ണമായിട്ടും മാതൃത്വം കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ അമ്മമാർ ഏതെങ്കിലും തരത്തിലുള്ള ജോലി, കുടുംബശ്രീ പ്രവർത്തനമാകട്ടെ, അതുമല്ലെങ്കിൽ ജോലിയാകട്ടെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾക്കായി അമ്മമാർ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാനൊന്നും സമയം കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ മാതൃകാപരമായ പരിപാലനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത്തരക്കാരാണ് സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് കായിക വിനോദങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ PT ഉഷയൊക്കെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ കളിച്ച് വളർന്നവരാണ്. അവർക്കൊക്കെ PTA അധ്യാപകരുടെ ശിക്ഷണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ PTA പോലും അന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യമായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ നമുക്കറിയാം, ഈ സൂംബ ഡാൻസ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ശാരീരിക വ്യായാമം കിട്ടാൻ, ശാരീരിക വ്യായാമം വഴിയായിട്ട് ബുദ്ധിയുടെ വികസനത്തിലേക്ക് നയിക്കപ്പെടാൻ ഒക്കെ ഈ സൂംബ ഡാൻസേ ഉള്ളോ എന്നൊരു ചോദ്യം ഉയരാം. തീർച്ചയായിട്ടും സൂംബ ഡാൻസ് അല്ല ഉള്ളത്. നമ്മുടെ അതിനേക്കാളൊക്കെ എത്രയോ മഹത്വമേറിയതാണ് നമ്മുടെ യോഗ എന്ന മാർഗം. ആ യോഗാ മാർഗം സത്യത്തിൽ ഹെൽത്തിന് മാത്രമല്ല ബൗദ്ധിക വികസനത്തിനും വളരെയധികം സഹായകമാണ്. അപ്പം ഏറ്റവും നല്ല യോഗാ മാർഗം നമ്മുടെ മുൻപിലുണ്ട്. അതിനോട് കണ്ണടച്ചിട്ടാണ് നമ്മൾ സൂംബ ഡാൻസിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷെ തർക്ക വിഷയം ആയേക്കാം. ഇനി യോഗയും മാറ്റിവെച്ച് സൂംബയും മാറ്റിവെച്ചാലും നമുക്ക് കായിക വിനോദങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഓരോ സ്കൂളിലും 1-ാം ക്ലാസ് മുതൽ PTA ഓരോ മണിക്കൂറുണ്ട്. ഒരു ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും PTA വേണ്ടിയുണ്ട്. ആ മണിക്കൂർ കുട്ടികളെ പഠിപ്പിക്കുന്ന, കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, ആ PT ട്രെയിനിങ്, ആ ട്രെയിനിങ് വഴിയായിട്ട് അവർക്ക് കിട്ടുന്ന ആ പാഠവും അവർ പിന്നെയും എവിടെ വെച്ച് വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കപ്പെടത്തക്ക രീതിയിലുള്ള മാർഗങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ സ്പോർട്സ് കൗൺസിൽ പോലെ സംസ്ഥാനത്ത് ഏതാനും സ്പോർട്സ് കൗൺസിലുകൾ വരികയും അവിടെയൊക്കെ നല്ല കായിക പരിശീലകരെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ സൂംബ ഡാൻസിനേക്കാൾ ഉപരി പലതരത്തിലുള്ള കായിക പരിപാടികൾ കൊണ്ട് കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിൽ ഉള്ള ഒരു രംഗം സംജാതമാകും. പക്ഷേ ഈ അടുത്ത നാളിൽ നമ്മൾ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കേട്ട വാർത്ത എന്തായിരുന്നു? സ്പോർട്സ് കൗൺസിലിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നില്ല. അവർക്ക് ആഹാരം പാചകം ചെയ്യുന്നതിന് പോലും, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് പോലും ഫണ്ടില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. പാചക തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു.
അതാണ് കേരളത്തിൻ്റെ ഒരു ദയനീയമായ ചിത്രം. എന്ത് ചിത്രമാണ് അത് വരച്ചു കാണിക്കുന്നത്? ഒരു സ്പോർട്സ് കൗൺസിൽ ഉള്ളതിനെ പോലും നോക്കി നടത്താൻ പറ്റാത്ത ഗവൺമെൻറ് എന്താണ് ഇങ്ങനെ സൂംബ ഡാൻസ് കൊണ്ട് ഇതാരെ പ്രീതിപ്പെടുത്താനാണെന്ന് ആരും ചോദിച്ചു പോകും. വെറുതെ അല്ല അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മുറുമുറുപ്പ് ഉയർന്നത്. സ്പോർട്സ് കൗൺസിൽ പോലെ എല്ലാ, അതായത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ, പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ സർക്കാർ മേഖലയിലുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കലാ കായിക വിനോദങ്ങൾ അഭ്യസിപ്പിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടോ, അതിനുള്ള പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടോ, ഇങ്ങനെയുള്ള അതിനൊക്കെയുള്ള സ്ഥല സൗകര്യമുണ്ടോ? ഉദാഹരണത്തിന് നല്ല ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ എന്താ പറയുക, ക്രിക്കറ്റ് ഗ്രൗണ്ട്, അതുപോലെ ഓരോ തരം ഗെയിംസിനും ഒക്കെ, സ്പോർട്സിനും ഓരോ തരം സ്പോർട്സിനുമുള്ള സൗകര്യങ്ങളൊക്കെ നല്ലവണ്ണം ഒരുക്കുന്നവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കാവൂ. സ്കൂളുകൾക്കാണെങ്കിലും കോളേജുകൾക്കാണെങ്കിലും എന്താണ് പറയുക, രജിസ്ട്രേഷൻ അനുവദിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ആ സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അവിടെയൊക്കെ അപ്പോയിൻമെൻറ്റ്സ് നടത്തണം. ആ അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത് എയ്ഡഡ് സെക്ടർ ആകുമ്പോൾ അതിനും ഗവൺമെൻറ്റിനാണ് ചിലവ്. പക്ഷേ ഗവൺമെൻറ് ആ ചെലവ് വരുത്തുന്നതിലല്ല നോക്കേണ്ടത്. അതുവഴി കുട്ടികളുടെ മാനസികോല്ലാസം അവരെ അതുവഴി എന്താണ് ചെയ്യുന്നത്? അവരെ ഒളിമ്പ്യാഡിന് വരെ ഒളിമ്പിക്സിന് വരെ തയ്യാറാക്കുകയാണ്, കേപ്പബിൾ ആക്കുകയാണ് ഇത്തരം ചെലവുകൾ കൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ വിവിധ തരം കലാ കായിക വിനോദങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ച് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന ആ മാർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല ചവിട്ടുപടി. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ എല്ലാ ചുറ്റുപാടുകളിലും എന്താണ് സംഭവിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു, ട്യൂഷൻ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നു, കുറച്ച് നേരം ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് സ്മാർട്ട് ഫോണിൽ കളിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് കുട്ടികൾ. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും ഇതുപോലെയുള്ള ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള യാതൊരു തരത്തിലുള്ള കായിക വിനോദങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്കും ഒക്കെ കുറച്ച് പ്രായമായവർക്കാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 30-ന് താഴെ പ്രായമുള്ളവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അമിതവണ്ണം മൂലം ഷുഗർ, പ്രഷർ, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കുട്ടികൾക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സൂംബ ഡാൻസ് പിന്നെ അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ സൂംബ ഡാൻസ് അല്ല അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. എല്ലാ സ്കൂളുകളിലും എല്ലാത്തരം കായിക വിനോദങ്ങൾക്കും കായിക വിനോദങ്ങൾക്കുമുള്ള അവസരമൊരുക്കുക. എല്ലാ കുട്ടികളിലും ഒരേ ചാതുരി ആയിരിക്കുകയില്ല ഉള്ളത്. അപ്പോൾ ഏത് മേഖലയിലാണോ ഒരു കുട്ടിക്ക് സ്വന്തം ചാതുരി വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ളത് ആ മേഖലയിൽ എത്തിപ്പെടുമ്പോഴാണ് ആ കുട്ടി തൻ്റെ സ്വത്വം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുക. അങ്ങനെ ഓരോ കുട്ടിക്കും അവനവൻ്റെ താല്പര്യമനുസരിച്ച് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കലാണ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം സൂംബയാകട്ടെ, സൂംബയുടെ ഒപ്പം തന്നെ സൂംബ വളരട്ടെ, നമുക്കതിന് പ്രശ്നമില്ല. പക്ഷെ അതിനെ ജാതി മത ചിന്തകളുടെ പേരിൽ എതിർക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് കായിക വിനോദങ്ങൾ കൂടി വളർത്തിയെടുക്കണം. അത് അത്യാവശ്യമായിട്ടും കുട്ടികളുടെ സർവതോമുഖ വികസനത്തിന് നല്ലതാണ്, നാടിൻ്റെ വികസനത്തിനും അത് അത്യാവശ്യമാണ്. അതുമാത്രവുമല്ല, ഇങ്ങനെയുള്ള കായിക വിനോദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കപ്പെടുമ്പോൾ അവർക്ക് ജീവിതാനുഭവം തന്നെ വ്യത്യസ്തമാകുന്നു. അപ്പോൾ എന്താ പറയുക, സംഘർഷപരമായ ജീവിതത്തിൻ്റെ മടുപ്പ് മാറ്റാൻ വേണ്ടി ലഹരിയിലേക്കോ മറ്റതുപോലെയുള്ള കൂട്ടുകെട്ടിലേക്കോ ഒക്കെ പോകുന്നതിന് തീർച്ചയായിട്ടും കടിഞ്ഞാണിടാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് സൂംബ ഡാൻസോ മറ്റേത് തരത്തിലുള്ള കായിക വിനോദങ്ങളും. അതുകൊണ്ട് അതിൻ്റെ നേരെ കണ്ണടയ്ക്കാതെ, അതിനോട് അമർഷം പ്രകടിപ്പിക്കാതെ എല്ലാത്തരം കലകളും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്.